ഹായ് ഫ്രണ്ട്സ്, സൂപ്പർ ടേസ്റ്റിലൊരു ചിക്കൻ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ആണ്. ഫംഗ്ഷനുകളിലേക്കാണെങ്കിലും നോമ്പ് തുറക്കുന്ന സമയത്തേക്കാണെങ്കിലും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ സിമ്പിൾ റെസിപ്പിയാണ് ഇത്. 1.5 കിലോയുടെ ചട്ടിപ്പത്തിരിയാണ് കേട്ടോ ഇത്. എനിക്കൊരു ഓർഡർ വന്നതായിരുന്നു, അപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്തതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ആദ്യം നമുക്കിതിലേക്കുള്ള ഫില്ലിങ്സ് റെഡിയാക്കിയെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് 400 ഗ്രാം ചിക്കന് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് എല്ല് നീക്കിയിട്ടുള്ള ചിക്കനാണ്. അപ്പോൾ എല്ലോട് കൂടിയുള്ളതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് വേവിച്ച് കഴിഞ്ഞിട്ട് എല്ല് നീക്കി കളഞ്ഞാൽ മതി. ഇതിലേക്ക് 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരല്പം വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതൊന്ന് വേവിച്ചെടുക്കാം. വെള്ളം കൂടുതൽ ഒഴിക്കണമെന്നില്ല, ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്നോളും. ഇനി അഥവാ കൂടി പോയിട്ടുണ്ടെങ്കിലും അങ്ങ് വെന്ത് കഴിഞ്ഞതിന് ശേഷം വറ്റിച്ച് കളഞ്ഞാൽ മതി. ചിക്കൻ വേവിച്ച് വെച്ചതിന് ശേഷം ഞാനൊരു പാന് സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷം ഇതിലേക്ക് 4 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3/4 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചിക്കനിലും ഉപ്പ് ചേർത്ത് വേവിച്ചത് കൊണ്ട് ഇതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. വേണമെങ്കിൽ ലാസ്റ്റ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള ജസ്റ്റ് ഒന്ന് വഴന്നതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 2 വലിയ പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സവാള അധികം ഒന്ന് വഴന്ന് പോവേണ്ട, ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷാക്കി എടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇതിൽ മസാലയൊക്കെ ചിക്കനിലേക്കും പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കി എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റുള്ള മസാലയാണ്. ഇനി ഇതിലേക്കുള്ള പത്തിരി ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 1.5 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ദോശയായിട്ടാണ് ചുട്ടെടുക്കുന്നത്. ഇനി പത്തിരിയായിട്ട് പരത്തിയെടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതാകുമ്പോൾ കുറച്ചുകൂടി സിമ്പിളായിരിക്കും കേട്ടോ. അപ്പോൾ 1.5 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്കൊരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ദോശയ്ക്കൊരു കളറ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആദ്യം ഞാനൊരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അടിച്ചെടുക്കുന്ന സമയത്ത് ബാക്കിയുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ മാവ് കൊണ്ട് 10-11 ദോശ വരെയൊക്കെ ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 8 ലെയറിലാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 8 ദോശ മതിയാവും. പക്ഷേ എക്സ്ട്രാ 2-3 എണ്ണമൊക്കെ ചുട്ട് വെക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇതുപോലെയാണ് മാവ് വേണ്ടത്. അധികം ലൂസായി പോകരുത്, അധികം തിക്കും ആവാത്ത രീതിയിൽ കേട്ടോ. അപ്പോൾ 1.5 കപ്പ് മൈദയിലേക്ക് 2 കപ്പും വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. 1.5 കിലോ അളവിലാണ് ഞാൻ ഈ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത്. അപ്പോൾ വലിപ്പമുള്ളൊരു പാത്രത്തിലാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ പാത്രത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ച് ഞാൻ ഈ ദോശ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഏത് പാത്രത്തിലാണോ ആ പാത്രത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ച് ദോശ ചുട്ടെടുത്താൽ മതി. മാവ് തയ്യാറാക്കുന്ന സമയത്ത് അതിലേക്ക് എന്തായാലും ഒരു മുട്ട ചേർത്ത് കൊടുക്കണേ, എങ്കിൽ ദോശ നല്ല രീതിയിൽ നമുക്ക് ചുട്ടെടുക്കാൻ കഴിയും. മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പാനിൽ നിന്ന് എടുക്കുന്ന സമയത്തൊക്കെ നല്ല സ്മൂത്തായിട്ട് എടുക്കാൻ കഴിയും. വേണമെങ്കിൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയും ചെയ്യാം. അപ്പം ഇത് മുഴുവനായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ദോശ ഡിപ്പ് ചെയ്യാനുള്ളൊരു ബാറ്റർ തയ്യാറാക്കാം. അതിന് വേണ്ടി ഒരു പാത്രത്തിലേക്ക് ഞാൻ 5 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഒരു വിസ്ക് കൊണ്ടൊന്ന് ബീറ്റ് ചെയ്യാം. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്കൊരു 1/4 കപ്പ് പാലും കൂടി ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ട് ബീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടിപ്പത്തിരി സെറ്റ് ചെയ്യാം. ചട്ടിപ്പത്തിരി തയ്യാറാക്കുന്ന പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണയൊന്ന് തടവി വെക്കാം. അപ്പോൾ നമുക്ക് ഒരു ദോശ ഇതിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം.
നന്നായിട്ടൊന്ന് ഇതിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് പതുക്കെ നിവർത്തി വെച്ച് കൊടുക്കാം. അപ്പം ഞാനിതാ ഇതിൽ നന്നായിട്ട് നിവർത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. അപ്പം നമ്മൾ എത്ര ലെയറിലാണോ സെറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ച് ഫില്ലിങ്സ് ഭാഗങ്ങളാക്കി വെച്ചിട്ട് ഓരോ ഭാഗമായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പം ഞാനിത് ഒരു ഭാഗം ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ മുട്ട മിക്സിയിൽ നിന്ന് കുറച്ചൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അടുത്ത ലെയറും ഇതുപോലെ തന്നെ മുട്ട മിക്സിയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് മുട്ട മിക്സിയിൽ നിന്നും ഒരൽപ്പം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള ലെയറും നമുക്ക് ഇതുപോലെ തന്നെ സെറ്റ് ചെയ്തെടുക്കാം. അപ്പം ഞാനിതാ 8 ലെയറും ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. മുകളിലുള്ള ദോശ വെച്ചതിന് ശേഷം മുട്ട മിക്സ് ബാക്കിയുള്ളത് മുഴുവനായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം. അടിയിലൊരു പാനോ അല്ലെങ്കിൽ മൂടിയോ വെച്ച് കൊടുത്തിട്ട് ഒന്ന് പ്രീ ഹീറ്റ് ആക്കിയതിന് ശേഷം വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റോളം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. അപ്പം ഞാനിത് 5 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ടിത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ക്യാരറ്റ് ഒന്ന് ചോപ്പ് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഇപ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് വന്നിട്ടുണ്ടാവും. 5 മിനിറ്റ് കഴിയുന്നേരം ജസ്റ്റ് ഒന്ന് ഉറച്ച് വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ സമയത്ത് നമുക്കിത് ജോയിൻ്റ് ആവാത്തതൊക്കെ ഉണ്ടെങ്കിൽ, ഇതിൻ്റെ ലെയർ ജോയിൻ്റ് ആവാത്തതൊക്കെ ഉണ്ടെങ്കിൽ ഒരു മുട്ട കൂടി ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഞാനിതാ കുറച്ച് മല്ലിയില കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 40 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. 40 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് തുറക്കാം. ഇതിൻ്റെ മുകൾ വശമൊന്നും ശരിക്ക് കളറൊന്നും മാറിയിട്ടുണ്ടാവില്ല. അപ്പം നമുക്കിത് മറ്റൊരു പാനിലേക്ക് മാറ്റിയിട്ടൊന്ന് വേവിച്ചെടുക്കണം ഒരു 5 മിനിറ്റോളം. ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ആദ്യം വെടിച്ചെടുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് ഞാനൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഞാനൊരു പാനിൽ കുറച്ച് എണ്ണ തടവി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഈ പാനിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നേരത്തെ കുക്ക് ചെയ്ത പോലെ തന്നെ ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം ഞാനിത് 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഇറക്കി വെച്ചതാണ്. നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. സൂപ്പറായിട്ടുണ്ട്. നോമ്പിനൊക്കെ സ്നാക്സ് തയ്യാറാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കൊന്നും വേണ്ട എങ്കിൽ നമുക്ക് കുറഞ്ഞ അളവിൽ കുറഞ്ഞ ലെയറിലൊക്കെ സെറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ജസ്റ്റൊക്കെ ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ കുറഞ്ഞ ലെയറിൽ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. എന്നാലും നമുക്ക് ഇഷ്ടം പോലെ കഴിക്കാനുണ്ടാവും. ഇതുപോലെ തന്നെ കുറഞ്ഞ ലെയറിൽ മുട്ട വെച്ചിട്ട് ഞാൻ സിമ്പിളായിട്ട് തയ്യാറാക്കിയൊരു വീഡിയോ മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. ഇത് ഓർഡർ ഉള്ളതായതുകൊണ്ട് ഞാൻ കട്ട് ചെയ്യുന്നില്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.